ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ജോലി കഴിഞ്ഞ് കുറച്ചൊന്ന് നേരത്തെ എത്തി. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന പാടെ ഒന്ന് റെസ്റ്റ് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കംപ്ലീറ്റ് ഹോസ്പിറ്റലിലും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കായിരുന്നു. വേറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചോറ് കഴിച്ചതാണ്. ചോറും മീൻകറിയും കൂട്ടി അത് കഴിച്ചതേ ഉള്ളൂ. കഴിച്ചപ്പോൾ എന്ത് പറ്റിയെന്നറിയാവോ? കഴിച്ചുകൊണ്ടിരിക്കവേ ഞാൻ കമ്പി ഇട്ടിട്ടുണ്ടല്ലോ, അത് ഈ ഭാഗത്തായിട്ട് ഫ്രണ്ടിലായിട്ട് ഒരു വലിയൊരു മുള്ള് കയറി കൊരുങ്ങി. അപ്പോൾ എൻ്റെ വായിൽ എന്താ ചോറ് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ മുള്ള എടുക്കാനുള്ള വെപ്രാളത്തിൽ, ആ വേദനയുടെ വെപ്രാളത്തിൽ വായിലിരുന്ന് ചോറങ്ങ് വിഴുങ്ങിയിട്ട് ഇത് ഞാനങ്ങ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വേറൊരു മുള്ള് തൊണ്ടയിൽ കുരുങ്ങിയെന്ന്. അപ്പം മുതൽ ഇങ്ങനെ വേദന അനുഭവിക്കുന്നതാണ്. ഭയങ്കര പെയിനായിരുന്നു. ഒരു ദിവസം കംപ്ലീറ്റ് ഞാൻ പെയിന് സഹിച്ചു. പിന്നെ ഞാൻ കുറേ നോക്കി, അതായത് പഴം വിഴുങ്ങി നോക്കി, ചോറ് വിഴുങ്ങി നോക്കി, വെള്ളം കുടിച്ച് നോക്കി, പിന്നെ വിരലിട്ട് ഛർദ്ദിച്ച് നോക്കി, എന്നിട്ടൊന്നും ശരിയാവുന്നില്ല. അങ്ങനെ ഞാൻ അവസാനം മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയി ഒരു 10-15 മിനിറ്റോളം ട്രൈ ചെയ്തിട്ട് ആ മുള്ള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര നീളം ഉണ്ടായിരുന്നു, പക്ഷെ നല്ല തിന്നായിട്ടുള്ളൊരു മുള്ളായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തൊണ്ടയ്ക്കകത്ത് ഫുൾ ഇൻഫെക്ഷൻ ആയി. അത് ഇരുന്നിട്ടും പിന്നെ ഞാനിങ്ങനെ വിരൽ വെച്ചിട്ട് പിടിക്കുകയൊക്കെ ചെയ്തല്ലോ, അപ്പോൾ അത് മുറിഞ്ഞു. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് എടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കഥ പറഞ്ഞു വന്നത്. ആൻറ്റിബയോട്ടിക് എടുക്കുന്നതിൻ്റെ ക്ഷീണം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ട് എണീറ്റ് നല്ല അടിപൊളിയായിട്ട് ഓയിൽ മസാജൊക്കെ ചെയ്ത് ഞാനൊരു കുളിയൊക്കെ അങ്ങ് പാസ്സാക്കി. ഇനിയിപ്പോൾ പാറുക്കുട്ടി സ്കൂളിൽ നിന്ന് വരാനുള്ള ടൈമായി. പാറുക്കുട്ടിയെ വിളിച്ച് ഇവിടെ ആക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. പാറുക്കുട്ടിക്ക് ഇന്ന് SPCയുടെ ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാറുക്കുട്ടിയെ വിളിച്ച് വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ വായു, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പാറുക്കുട്ടിയെ വിളിച്ച് നേരെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ ആദ്യം പോയതൊരു വീട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇപ്പോൾ താമസിക്കുന്ന വീടും എൻ്റെ പോളിസികളുമായിട്ട് ചേർന്ന് പോകാത്തതുകൊണ്ട് വേറൊരു വീട് നോക്കാൻ കരുതിയിട്ടാ. നോക്കിയ വീട് ഓക്കെ ആണ്. അതിന് ഞാനൊന്ന് ആലോചിച്ചിട്ട് തീരുമാനം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട്. വന്ന പാടെ നമ്മുടെ മലബാർ ബൈറ്റ്സിൽ കയറി ഒരു കോഫി അങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചേട്ടാ. കുറേ സ്നാക്സുകളുണ്ടെങ്കിലും ഇന്ന് ഞാൻ സ്നാക്സ് ഒന്നും കഴിച്ചില്ല കേട്ടോ. ആകെ ഒരു കോഫി, സ്ട്രോങ് ആയിട്ട് മധുരത്തിലൊരു കോഫി കുടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ ഗൈസ്. ഞാൻ അതേ വീട്ടിലെത്തിയിട്ടുണ്ട്. പാറുക്കുട്ടിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്കൂളിൽ നിന്ന് ഞാൻ നേരെ പാറുക്കുട്ടിയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്കൊന്ന് റെസ്റ്റ് എടുക്കണം, ഫ്രഷ് ആവണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോയത് വീട് നോക്കാനായിട്ട്. വീട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലോ. പിന്നെ ടെയിലൊന്നുമല്ല, പിന്നെ അതിൻ്റെതായ കുറച്ച് റെൻറ്റ് കുറവാണ്. അപ്പം അതിൻ്റെതായ കുറച്ച് സൗകര്യങ്ങൾ കുറവാണ്. പക്ഷെ സാരമില്ല, ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഹൗസ് ഓണറുമായിട്ട് സംസാരിക്കാം എന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലോട്ട് വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, പാറുക്കുട്ടിയും കൊണ്ടിനി പാറുക്കുട്ടിക്ക് ജേഴ്സി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ ഇതൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഡേ, പാറു വന്നതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്ത് ഡേ ആണെന്ന്. എന്തോ ഒരു അവരുടെ സെലിബ്രേഷൻ ഡേ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ജേഴ്സി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഞാനും പാറുക്കുട്ടിയും കൂടെ. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവളും വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പാറുക്കുട്ടിയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ പുറത്തുനിന്ന് വന്നപ്പോൾ ഞാനൊരു കോഫി കുടിച്ചിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ എനിക്ക് തണുത്ത എന്തെങ്കിലും കുടിക്കാൻ തോന്നിയിട്ടെങ്കിൽ പെട്ടെന്നൊരു തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ തണ്ണിമത്തൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കുടിച്ച് ഞാനിങ്ങനെ പാറുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാറുക്കുട്ടിക്ക് എന്നെക്കാളും കുറച്ചും കൂടി ടൈം എടുക്കും അവൾക്ക് റെഡി ആവാനൊക്കെ. കുളിക്കാനാണെങ്കിലും എല്ലാത്തിനും കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കുറച്ച് നേരം പോസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കുടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വളരെ കുറച്ച് മധുരം ഇട്ടുള്ളൂ, പക്ഷെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ പാറുക്കുട്ടി വരട്ടെ. നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം പാറുക്കുട്ടി അങ്ങനെ റെഡിയായി സുന്ദരിമണിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ പോയത് അട്ടക്കുളങ്ങരയാണ്. രാമചന്ദ്രൻ ഉണ്ടല്ലോ, അട്ടക്കുളങ്ങര രാമചന്ദ്രന് തൊട്ടടുത്തായിട്ട് ദേ ഇങ്ങനെ BC ക്ലോത്തിങ്സ് എന്ന് പറഞ്ഞിട്ട്, BC ക്ലോത്തിങ്സ് അല്ല, B ക്ലോത്തിങ്സ്, അതിൻ്റെ BC എന്നുള്ള ഷോർട്ടായിട്ട് അങ്ങോട്ടാണ്. ഇങ്ങനെ എന്താണ് നമ്മുടെ സ്പോർട്സ് ഡ്രസ്സസ്, പിന്നെ ജെൻസിൻ്റെ ഡ്രസ്സസ് ഒക്കെ കിട്ടുന്നൊരു കടയുണ്ട്. അപ്പോൾ അവിടെ പോയി പാറുക്കുട്ടി പറഞ്ഞ ടൈപ്പിലുള്ള പറഞ്ഞ സാധനം തന്നെ കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഈ കിടന്ന് കാണിക്കുന്നത്
വാങ്ങിക്കുന്നത്. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ. ഒരു 300 അങ്ങാണ്ടാണ്. പല കടയിലും പല റേറ്റ് ആണ് കേട്ടോ. അവളുടെ ഫ്രണ്ട്സൊക്കെ വാങ്ങിച്ചത് 200-ന് വാങ്ങിച്ചതുണ്ട്, 150-ക്ക് വാങ്ങിച്ചതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കിട്ടിയത് 300-നാണ്. എന്തായാലും അവൾ ഹാപ്പിയായി. അങ്ങനെ നാളത്തെ ജേഴ്സി ഡേക്കുള്ള ഡ്രസ്സ് സെറ്റായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെയുള്ള മറ്റേ ഗോൾഡ് കവറിങ്ങിൻ്റെ ഒരു കൊല്ലം സുപ്രീം അങ്ങനെ എന്തോ കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ അവിടെ ഒന്ന് കയറിയായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ സ്റ്റഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റഡല്ല, റിങ് ഉണ്ടല്ലോ, റിങ് ഞാൻ ഇട്ടേക്കുന്നത് തന്നെ കണ്ടില്ലേ, അങ്ങനത്തെ ഒരു റിങ് ആണ്. എനിക്കിങ്ങനെ കുട്ടി കുട്ടി റിങ്സ്, പല മോഡൽസിലുള്ള റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇട്ട റിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഇതൊരു പഴയ മോഡൽ റിങ് ആണ്. ആക്ച്വലി ഇതുപോലത്തെ ഒരു ഗോൾഡ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊരെണ്ണം എടുത്തു. പിന്നെ ദേ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഒരു റിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാനും പാർക്കുട്ടിയും കൂടെ നേരെ പോയത് ശംഖുമുഖത്തോട്ടാണ്, കുറച്ചൊന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാനും പാർക്കുട്ടിയും കൂടി അവിടെ പോയി കുറേ നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിന്നു. നല്ല മഞ്ഞിറങ്ങി കിടക്കുന്നത് പോലെ നല്ല മൂടി കെട്ടിയ ക്ലൈമറ്റ് ആയിരുന്നേ. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. രാത്രി കടൽ കാണാൻ ഒരു പ്രത്യേക വൈബാണല്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബാണ് ഗൈസ്. അപ്പോൾ പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, എന്നിട്ട് ഓടിപ്പോക്കോ കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനത്തെ ഒരു വട്ടുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശംഖുമുഖത്ത് പോകാറുണ്ട്. അപ്പം നല്ല ചൂട് കോഫിയും വാങ്ങിച്ചു. പാർക്കുട്ടിക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. ഐസ്ക്രീം നിർബന്ധിച്ച് എൻ്റെ വായിൽ വെച്ച് തന്നതുകൊണ്ട് ഞാൻ കോഫി നിർബന്ധിച്ച് അവളുടെ വായിലോട്ട് വെച്ച് കൊടുക്കായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ സൊറയൊക്കെ പറഞ്ഞു നിന്ന് അവിടെ കടൽക്കാറ്റൊക്കെ കൊണ്ട്, കടലിൻ്റെ ഇരമ്പലൊക്കെ കൊണ്ട് അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് കപ്പ് കൊടുക്കാൻ പോയപ്പോഴത്തേനാണ് അവിടെ നല്ല ക്രീം ബൻ ഇരിക്കുന്നത് കണ്ടത്. ക്രീം ബന്നിൻ്റെ ലുക്ക് കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊരു ക്രീം ബന്ന് വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ അടുത്തുനിന്ന് തന്നെ നമ്മുടെ ആ ശംഖുമുഖത്തിൻ്റെ റോഡിൻ്റെ സൈഡിലുണ്ടല്ലോ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പഴംപൊരി, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ കോളിഫ്ലവർ ഫ്രൈ വാങ്ങിച്ചേട്ടാ. എനിക്ക് കഴിക്കാൻ പാടില്ല, തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് കോളിഫ്ലവർ ഫ്രൈ ഒന്നും എനിക്ക് കഴിക്കാൻ പാടില്ല. പക്ഷെ വല്ലപ്പോഴേക്കൊക്കെ കഴിക്കാറ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരം കഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കണത് എന്നുള്ള പോളിസിയാണ് എനിക്ക്. എൻ്റെ വാക്കും കേട്ടുകൊണ്ട് നിങ്ങളെല്ലാവരും വാങ്ങിച്ച് കഴിക്കുകയൊന്നും ചെയ്യരുത്. ഹെൽത്ത് മുഖ്യം ബിഗിലേ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനും പാർക്കുട്ടിയും ഒരു ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വാനില ഫ്ലേവറും പാറുകുട്ടി സ്പാനിഷ് ഡിലൈറ്റും ആണേ വാങ്ങിച്ചത്. പക്ഷേ രണ്ടും വാങ്ങിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അമ്പടി കള്ളി, എൻ്റെ ഐസ്ക്രീം കഴിക്കുന്നു എന്നുള്ള ഭാവത്തിൽ അത് കൊള്ളാതെന്നൊക്കെ പാറുകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്നാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലല്ലോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് വളിച്ച ചിരിയും ചിരിച്ചിട്ട് കൊടുക്കുന്നത്. ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരം റിലാക്സ് ആയിട്ടൊക്കെ അവിടെ ഇരുന്നു ചില്ല് ചെയ്തിട്ട് വന്നേട്ടാ. അപ്പോൾ മറ്റേ എന്താണ് ആ സാധനത്തിൻ്റെ പേരെന്തോടി നമ്മൾ കഴിച്ച ഐസ്ക്രീം? അതല്ല, ഐസ്ക്രീം അല്ല, കോളിഫ്ലവർ ഫ്രൈ, അത് കഴിച്ചു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചതുകൊണ്ട് വയറ് ഏകദേശം ഫില്ലാണ്. വിശക്കുവാണെങ്കിൽ ദോശ തൊട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ റൂം കുറച്ചിങ്ങനെ കച്ചടയായിട്ട് കിടക്കുകയാണ്, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ 2 ദിവസമായി എനിക്കൊരു സാധനം കൊറിയർ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഇതുവരെ പൊട്ടിച്ച് നോക്കിയില്ല. എനിക്ക് ഉള്ള കാര്യം പറയട്ടെ, എനിക്ക് ആമസോണിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം മര്യാദയ്ക്കുള്ള സാധനം ആയിരിക്കില്ല മിക്കപ്പോഴും വരണത്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പൊട്ടിക്കാനുള്ള സമയം സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. ഇത് ഇന്നലെ വന്ന സാധനമാണ്. ഇത്ര നേരമായിട്ട് എനിക്കതൊന്നും പൊട്ടിക്കാൻ സമയം കിട്ടില്ല. കണ്ടപ്പോൾ തന്നെ മനസ്സിലായാലും ഒരു ട്രൈപോഡാണ്. ആക്ച്വലി എൻ്റെ കയ്യിൽ ട്രൈപോഡ് അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും വീഡിയോ ഇടുന്നതും വല്ലപ്പോഴേക്കും ഇടാറുള്ളൂ. എന്നാലും വീഡിയോ ഒക്കെ ഇടുന്നത് ഞാൻ നോർമലി ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു പ്രൊഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ആമസോണിൽ നിന്ന് ഞാൻ അങ്ങനെ വാങ്ങാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സത്യം പറയാലോ മീഷോ എന്നാണ് വാങ്ങണത്. ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വളരെ ചുരുക്കം സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ ആമസോണിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തപ്പോൾ 1 പൊട്ടിയ സാധനമാണ് വന്നത്, 2 ഞാൻ പറഞ്ഞ അതേ കളറല്ല വന്നത്. അപ്പോൾ ആ സാധനം റിട്ടേൺ ചെയ്തപ്പോൾ എനിക്ക് ആ പൈസ എന്താണ് നമ്മുടെ ആമസോൺ അക്കൗണ്ടിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാനൊരു ട്രൈപോഡ് ഓർഡർ ചെയ്തു. കാരണം ആ പൈസ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ട്രൈപോഡ് ഓർഡർ ചെയ്തു. ഭാഗ്യത്തിന് ഫ്രഷ് പീസ് തന്നെ കേട്ടോ വന്നത്. മറ്റേതുണ്ടല്ലോ ഇതെല്ലാം, അതായത് ഇതിൻ്റെ കവറിങ് ഉണ്ടല്ലോ, ഞാൻ ആ സാധനം എന്താണെന്ന് പറയുന്നില്ല. ആ സാധനം വാങ്ങിച്ചപ്പോൾ കവറെല്ലാം ഫുൾ ഇങ്ങനെ പൊളിച്ച് ആരും യൂസ് ചെയ്തിട്ട് വരത്തില്ലേ അതുപോലെ ഫുൾ പാക്ഡ് അല്ലായിരുന്നു, വൃത്തിയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ സാധനം ഇനി എങ്ങനെ വരും, യൂസ്ഡ് സാധനമായിരിക്കുമോ എന്നൊക്കെ. എനിക്ക് വീണ്ടും ഇതിനെയും കൂടെ റിട്ടേൺ ചെയ്യാൻ വയ്യുള്ളൂ. പക്ഷേ കാണുമ്പോൾ തന്നെ അറിയത് ഫ്രഷ് സാധനമാണ്, പുതിയതാണ്. അതെന്താ
ചാർജ് ചെയ്യാനുള്ള സാധനം. വാറണ്ടി കാർഡൊക്കെ ഉണ്ട് കേട്ടോ. 1 year വാറണ്ടി ഉണ്ട്. മുപ്പത്തേ ഇതാണ് സാധനം. ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു ജിമ്പലുണ്ട്. പക്ഷെ ജിമ്പൽ എന്താണെന്നറിയോ, ഇങ്ങനെ ലെങ്ത് വൈസ് ഒന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് ലെങ്ത് ആക്കാൻ പറ്റും. ഇതിൻ്റെ മെക്കാനിസവും പരിപാടികളൊന്നും എനിക്കറിയത്തില്ല, നോക്കണം. ഇങ്ങനെയാണ്. ഇതൊക്കെ ഒന്ന് പഠിക്കണം ഗൈസ്. എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പം ഇതെങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നൊക്കെ ഞാനൊന്ന് നോക്കിയിട്ട് ഇതെന്തായാലും പഠിക്കും. പക്ഷെ കാണാൻ നല്ല ക്യൂട്ട് ലുക്കല്ലേ വേറെ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ച് യൂസ് ചെയ്യാം. അപ്പം നമുക്കിനി യൂസ് ചെയ്യാം. ഇനി പെട്ടെന്ന് ചടപടയെന്ന് ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. എപ്പം ഞാൻ റൂം ക്ലീൻ ചെയ്യാൻ വന്നാലും ആദ്യം ക്ലിയർ ചെയ്യുന്നത് പാറുക്കുട്ടിയുടെ ഈ സ്റ്റഡി ടേബിളാണ്. വേണ്ടാത്ത പേപ്പറുകളും സാധനങ്ങളും എല്ലാം തറയിൽ വാരി എറിയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ തൂത്ത് വൃത്തിയാക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ടാത്ത സാധനങ്ങളെല്ലാം തറയിൽ വാരി എറിഞ്ഞിട്ട് ബുക്സും ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പാറുക്കുട്ടി ഭയങ്കര ടയേർഡായിട്ട് അവിടെ കയറി കിടപ്പായിട്ട്, ഞാൻ ഇച്ചിരി ഒന്ന് മയങ്ങിക്കോട്ടെ അമ്മയുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചുണർത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. പിന്നെ ഞാൻ ചറപറേന്ന് ഓരോന്നുമായിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി കേട്ടോ. പാറിൻ്റെ ഡ്രോയറിൽ വെക്കാനുള്ളത് ഡ്രോയറിലും, പിന്നെ അടുക്കി പറക്കി വെക്കാനുള്ളതായിട്ട് അവിടെയും, പിന്നെ കഴുകാനുള്ള തുണികൾ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് ലോഷനൊക്കെ എടുത്ത് ആ ടേബിൾ ഒന്ന് ജസ്റ്റ് തുടച്ചിട്ടു. എന്തൊക്കെ സാധനങ്ങൾ പൊടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു. മാക്സിമം ഞാൻ പൊടിയില്ലാണ്ട് നോക്കാറുണ്ട്, കാരണം പാറുക്കുട്ടിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊടിയൊക്കെ ഞാൻ അടിച്ച് തുടച്ച് വെക്കാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡ് ടേബിൾ ഉണ്ടല്ലോ, സൈഡ് ടേബിളും എപ്പോഴും കച്ചടയാവാറുണ്ട്. കാരണം കണ്ടതും കടിയതുമായിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഞാൻ സൈഡ് ടേബിളിൽ കൊണ്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി അധികം കച്ചടയായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് എല്ലാ സാധനങ്ങളും പറക്കി അതിൻ്റെ ഡ്രോയറിനകത്ത് വെച്ചിട്ട് അത് ടേബിളിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി സെറ്റാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ തുണി മടക്കൽ പരിപാടിയിലോട്ട് കടന്നിട്ട് കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു, കഴുകിയ തുണികൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി പറക്കി വെച്ചിട്ട് അപ്പോഴത്തേനും ദേ പാറുക്കുട്ടി സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ. തുണികളൊക്കെ ഒന്ന് മടക്കി പറക്കി ഞാൻ അലമാരയിലാക്കി. എന്നിട്ട് ഞാൻ അവിടെ അടിച്ചു വാരി വൃത്തിയാക്കിയായിരുന്നു കേട്ടോ. പിന്നെയും സാധനങ്ങൾ എന്തൊക്കെയോ കട്ടിലും അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാം പറക്കി ഞാൻ ഡ്രോയറിനകത്ത് വാരിക്കൂട്ടി വെച്ചു. പിന്നെ ബെഡ്ഷീറ്റ്സ് മടക്കി വെക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് അടിച്ചു വാരി തൂത്തതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് അടുക്കളയിലോട്ട് പോയി ചറപ്പറാന്ന് കഴുകാനുള്ള, ഞാനിങ്ങനെയാണ് ഗൈസ് ചെയ്യുന്നത്. കഴുകാനുള്ള പാത്രങ്ങൾ കംപ്ലീറ്റ് അതിലുള്ള ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന് സിങ്കിലോട്ടിട്ട് ഇങ്ങനെ പൈപ്പ് തുറന്നിടുവേ. എന്നിട്ടാണ് ഞാൻ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് പാത്രങ്ങളായിട്ട് ഞാനിങ്ങനെ സോപ്പ് തേച്ച് വെക്കും. എന്നിട്ട് ഒരുമിച്ചാണ് കഴുകി തോരാനായിട്ട് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ചറപറയെന്ന് കിച്ചൺ ഒന്ന് ഒതുക്കിക്കൊണ്ടാണ് പാത്രങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചത്. പിന്നെ പാറുക്കുട്ടിയുടെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി സെറ്റാക്കി അടുക്കി പറക്കി വെച്ചു കേട്ടോ. ഗൈസ്, ഞാൻ അങ്ങനെ ഓൾമോസ്റ്റ് പാത്രങ്ങളെല്ലാം കഴുകി തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് വിശക്കുന്നില്ല, അതെന്താണെന്ന് അറിയത്തില്ല, എനിക്ക് വിശക്കുന്നില്ല. ഞാൻ ആ കോളിഫ്ലവറും ഐസ്ക്രീമൊക്കെ കുടിച്ച് വയറ് ഫില്ലാണ്. അപ്പോൾ വിശക്കുവാണെങ്കിൽ ഒന്ന് മേലെ എഴുകിയിട്ട് വന്നിട്ട് തണിമത്തനുണ്ട്, പപ്പയ്ക്ക് കഴിക്കാന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ബെഡ്റൂം ഓൾമോസ്റ്റ് ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പാറുക്കുട്ടി ഉറങ്ങുവാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. കണ്ടോ, ടേബിളൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബെഡൊക്കെ ക്ലീൻ ചെയ്തു. ഈ സൈഡും എല്ലാം ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്തു. അപ്പം ഞാനൊന്ന് മേലെ എഴുതിയിട്ട് വരട്ടെ. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന പാടെ എനിക്ക് സാരീസ് കുറച്ച് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. ഉപയോഗിക്കാണ്ട് കുറേ നാളായിട്ട് വെച്ചിരുന്ന സാരീസ് എല്ലാം ഞാൻ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയെടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെയുള്ള കവറിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്, മീഷോ എന്നാണ് കേട്ടോ വാങ്ങിച്ചത്. 6 പാക്കാണ്. ഇങ്ങനെ സിബ് വരുന്ന ടൈപ്പിൽ സാരീസും പിന്നെ നമ്മുടെ ലെഹങ്ക, ഗൗണ് അങ്ങനെയുള്ള ഡ്രസ്സസൊക്കെ മടക്കി വെക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് സാധനമാണ് ബാഗ്. ഇതിൻ്റെ 6 സെറ്റിന് 154 രൂപ എങ്ങാണ്ടായിരുന്നു ഉണ്ടായിരുന്നത്.
100 രൂപയ്ക്ക് മുകളിലോട്ട് പല റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഇതിലൊരു 8 സാരി കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചാൽ കൊള്ളുവേ. അപ്പം ഞാൻ അതിലേക്ക് സാരിയെല്ലാം ചെറപ്പറയെന്ന് അടുക്കി പറക്കി വെച്ചു. അപ്പോൾ ഇതേ കണ്ടോ ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെ അറേഞ്ച് ആയിട്ടിരിക്കും. നമുക്ക് അലമാരയിലാണെങ്കിലും എവിടെ ആണെങ്കിലും എടുത്ത് സ്വസ്ഥമായിട്ട് ഒതുക്കി വെക്കുകയും ചെയ്യാം. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതിയല്ലോ. ഞാനാണെങ്കിൽ സാരി ഭ്രാന്തം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ എപ്പോഴും സാരി ഉടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് വല്ലപ്പോഴേക്കൊക്കെ സാരി എടുക്കുള്ളൂ. അതുകൊണ്ട് അതങ്ങനെ സേഫായിട്ടിരിക്കും. ഇത്രയും പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ലൈറ്റായിട്ടൊന്ന് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു 2 ദോശ ചുട്ട് കഴിക്കാമെന്ന്. ദോശയും പിന്നെ ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട്. പക്ഷേ ചമ്മന്തിപ്പൊടി ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആച്ചിയുടെ ചമ്മന്തിപ്പൊടിയാണ്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ല കേട്ടോ. നിങ്ങൾ ഈ ചമ്മന്തി ഫാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണ്ട, കാരണം അത് നല്ലതല്ല. ഇച്ചിരി എരി കൂടുതലും പിന്നെ എന്തോ എനിക്ക് ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ വിശപ്പിൻ്റെ വിളി കൊണ്ട് ഞാൻ 2 ദോശ അങ്ങ് തട്ടിയേട്ടാ. അപ്പോൾ എന്നിട്ട് കിടക്കാൻ പോവാണ്. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു 1 മണി ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ പോയി കിടക്കാനുള്ള പരിപാടിയാണ്. ഏകദേശം പണികൾ ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് നാളെ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.